So once again, welcome back to this session, everyone. And this is the day 2 of our revision. So നമ്മളിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേയുടെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇറ്റ് വാസ് ഓൾ അബൌട്ട് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. സോ അപ്പോൾ നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ ഡിസ്കസ് ചെയ്തു ആൻഡ് അവിടുത്തെ എക്സാമിനേഴ്സ് കമന്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. Then followed by that, we also practiced the latest question from the revision kit. ആൻഡ് ഇന്ന് നമ്മൾ സെയിം അപ്രോച്ച് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ടുഡേ വി വിൽ ബി ഫോക്കസിങ് ഓൺ ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. അപ്പൊ ഇന്റേണൽ കൺട്രോൾസിന്റെ അകത്തുള്ള തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ടാവുക ഡെഫിഷ്യൻസീസ്, റെക്കമെൻഡേഷൻ, ടെസ്റ്റ് ഓഫ് കൺട്രോൾ, ഡയറക്ട് കൺട്രോൾ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ആൻഡ് അതിന്റെ തന്നെ നമുക്ക് എക്സാമിനേഴ്സ് കമന്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ പ്ലാനിങ് ടു ഡു ടുഡേ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഏരിയ. സോ നമുക്കറിയാം ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഏരിയ നമ്മുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. സെയിം as that ഓഫ് ഓഡിറ്റ് റിസ്ക് നമുക്ക് എന്താണെങ്കിലും ടെസ്റ്റ് ചെയ്യാം. അപ്പം ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയ നമുക്ക് പ്രോപ്പർലി പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ എടുത്ത് ചെയ്തൊരു കാര്യമായിരുന്നു നമ്മൾ എല്ലാ സിസ്റ്റംസും പഠിക്കുക എന്നുള്ളത്. അപ്പം ഇന്ന് തന്നെ എല്ലാവരും ആ സിസ്റ്റംസ് ഒന്ന് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യണം. സോ കാരണം നമുക്ക് സിസ്റ്റംസ് പെട്ടെന്ന് ക്വിക്ലി റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ല. നമ്മൾ മെയിൻലി ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ ഏരിയ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ സിസ്റ്റംസ് ഓരോന്നും ലൈൻ ബൈ ലൈൻ നമ്മൾ മീനിങ് ഡിസ്കസ് ചെയ്ത് പഠിച്ചതായിരുന്നു. ആ 6 സിസ്റ്റംസ് നോക്കണം. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ സിസ്റ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? സെയിൽസ് ഉണ്ടായിരുന്നു, പെർച്ചേസ് ഉണ്ടായിരുന്നു, ഇൻവെന്ററി ഉണ്ടായിരുന്നു, ക്യാഷ് ആൻഡ് ബാങ്ക് ഉണ്ടായിരുന്നു, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരുന്നു, പേറോൾ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 6 സിസ്റ്റംസ് ആയിരുന്നു നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈച്ച് സിസ്റ്റത്തിനെ ബേസ് ചെയ്തും എന്തൊക്കെ കൺട്രോൾസ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, സെയിൽസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ജനറലി സെയിൽസ് സിസ്റ്റത്തിൽ വേണ്ട പോയിന്റ്സ് എന്നുള്ളത് നോക്കുക. അത് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു, അതല്ലെങ്കിൽ എന്തായിരുന്നു അത് കാരണം കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് ഇഫ് ദി സിസ്റ്റം ഈസ് നോട്ട് വർക്കിംഗ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പെർച്ചേസ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ദെൻ ഇൻവെന്ററി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ബാങ്ക് ആൻഡ് ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ദെൻ പേറോൾ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് ഈച്ച് ഓഫ് ദി സിസ്റ്റംസ്. അപ്പം ഈ സിസ്റ്റംസ് പ്രോപ്പർലി എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, ദെൻ എക്സാം അപ്രോച്ചിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ എക്സാമിന് നമ്മളോട് 3 കാര്യങ്ങളായിരിക്കും ഈച്ച് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ഉള്ളതെന്നുള്ളത് ചോദിക്കും. രണ്ടാമതായിട്ട് നമ്മളോട് എന്തൊക്കെയായിരിക്കും ആ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസ് വേണ്ടത് എന്നുള്ളത് ചോദിക്കും. ആൻഡ് മൂന്നാമതായിട്ട് നമ്മൾ അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചോദിക്കും. ഓക്കെ, സോ ഇങ്ങനെ 3 കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ചോദിക്കുക? ഡെഫിഷ്യൻസി ചോദിക്കും. ആ ഡെഫിഷ്യൻസീസ് ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് വേണ്ടതെന്നുള്ളത് ചോദിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചോദിക്കുന്നുണ്ടാവും. സോ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു? നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു കമ്പനിയുടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഏകദേശം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പഠിച്ച പ്രകാരവും ലോജിക്കലിയും എന്താണോ ഒരു കമ്പനിയുടെ സിസ്റ്റം പ്രോപ്പർലി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്, അതില്ലാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, ഡെഫിഷ്യൻസി എന്ന് വിളിക്കുക. ഇപ്പൊ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെയിൽസ് ഓർഡേഴ്സ് അല്ലെങ്കിൽ സെയിൽസ് ഇൻവോയ്സ് എടുക്കാം. സെയിൽസ് ഇൻവോയ്സ് സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഡോക്യുമെന്റ് ആണെങ്കിലും സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം എന്ന്. അപ്പൊ നമ്മളോട് സിനാരിയോക്ക് ഇതിന് നേരെ ഉൾട്ട പറഞ്ഞിട്ടുണ്ടാവും, സെയിൽസ് ഇൻവോയ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്നുള്ള കാര്യം. സെയിൽസ് ഇൻവോയ്സസ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. അല്ലെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് നമ്മളോട് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സെയിൽസ് ഇൻവോയ്സ് യുണിക്ലി നമ്പേർഡ് ആണെന്ന്. സോ അതിൽ നിന്ന് നമുക്കെന്ന് മനസ്സിലാക്കാം സീക്വൻഷ്യലി നമ്പേർഡ് അല്ലാതെ മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെയാണോ ശരിക്കും ഒരു കൺട്രോൾ വേണ്ടത് അതല്ലാതെ വരുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാ സിനാരിയോയിൽ തന്നേക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെയും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സിനാരിയോക്കകത്തുള്ള മൊത്തം കഥയും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കണ്ട. അവിടെ റിസ്ക് വരുന്ന എലമെന്റ് എന്താണോ അത് മാത്രം പിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ലാസ്റ്റ് ഡേ. സെയിം as that ഇന്ന് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റൻ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡെഫിഷ്യൻസിയുടെ എലമെന്റ് മാത്രം പിക്ക് ചെയ്താൽ മതി. ആ ഫുൾ ഫാക്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഡെഫിഷ്യൻസി എന്താണെന്നുള്ളത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? വൈ ഇറ്റ്സ് എ ഡെഫിഷ്യൻസി, എന്തുകൊണ്ടാണ് ഇതിനെ നിങ്ങൾ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് ഈ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് എന്താണോ ഇമ്പാക്ട് ഉണ്ടാവുന്നത് നമ്മുടെ കമ്പനിയിൽ, ആ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താന്നുള്ള കാര്യം നമ്മൾ പറയണം. ഓക്കെ, സോ
ഒരു പർട്ടിക്കുലർ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി എന്താണെന്നുള്ളത് നമ്മൾ സിനാരിക്കകത്ത് നിന്ന് അതും എന്ത് ചെയ്യുക, പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യുക എന്താ ഡെഫിഷ്യൻസി എന്ന്. രണ്ടാമതായിട്ട് ആ ഡെഫിഷ്യൻസി എങ്ങനെയാണ് ഡെഫിഷ്യൻസി ആയി വരുന്നത് എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കാരണം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് എന്താണോ ഇമ്പാക്ട് ഓൺ എന്റിയും പറയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ കേസ് തന്നെ എടുക്കാം, സെയിൽസ് ഇൻവോയ്സസ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. അപ്പൊ എന്താ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക. Therefore, if any of the sales orders have gone missing, company will not be able to identify that, which may result in suppliers not being paid on time and the suppliers will be dissatisfied. There will be loss of early settlement discounts. അപ്പൊ നമ്മൾ അവിടെ ഡെഫിഷ്യൻസി പറഞ്ഞു. നമ്മുടെ ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞു ആ സെയിൽസ് ഇൻവോയ്സസ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല, സോറി പറഞ്ഞു മാറിയേ, മേക്ക് ഇറ്റ് എസ് പർച്ചേസ് ഇൻവോയ്സ്. പർച്ചേസ് ഇൻവോയ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല. പർച്ചേസ് ഇൻവോയ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ലെങ്കിൽ എന്ത് പറ്റും? അപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ഇൻവോയ്സ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് എന്തിലേക്ക് അത് ലീഡ് ചെയ്യാം? സപ്ലൈസിന് ഓൺ ടൈം പേയ്മെന്റ് പോവില്ല, സപ്ലൈസ് ഡിസാറ്റിസ്ഫൈഡ് ആവും, ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട്സ് ഒക്കെ നമുക്ക് മിസ്സാവും. അതാണ് നമ്മുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്തു, അത് എക്സ്പ്ലെയിൻ ചെയ്തു, അത് കാരണം എന്താണ് ഇമ്പാക്ട് വരാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇനി റെക്കമെൻഡേഷൻ ആയിട്ട് എന്തായിരുന്നു കൊടുക്കേണ്ടത്? വാട്ട് നീഡ്സ് ടു ബി ആക്ച്വലി ഡൺ, എന്താണോ ശരിക്കും ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ടാവുക, റെക്കമെൻഡേഷൻ എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഡെഫിഷ്യൻസി പറഞ്ഞു, ഇന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം, അപ്പൊ അതെങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് റെക്കമെൻഡേഷൻ, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റീവ് ആക്ഷൻ ആയിരിക്കും റെക്കമെൻഡേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് ഇൻവോയ്സ് എന്തല്ല, സോറി പർച്ചേസ് ഇൻവോയ്സ് എന്തല്ല, സീക്വൻഷ്യലി നമ്പേർഡ് അല്ല. അപ്പൊ നമ്മുടെ റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? ഓൾ ദി പർച്ചേസ് ഇൻവോയ്സസ് ഓഫ് അലൻ കമ്പനി ഷുഡ് ബി സീക്വൻഷ്യലി നമ്പേർഡ് ആൻഡ് എ സീക്വൻസ് ചെക്ക് ഷുഡ് ബി പെർഫോം ടു ഐഡന്റിഫൈ എനി സീക്വൻസ് ബ്രേക്കേജ്. നമ്മൾ പറയാണ് എല്ലാ പർച്ചേസ് ഇൻവോയ്സസും സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. അത് നമ്മൾ ആ സീക്വൻസ് ചെക്ക് നടത്തണം, സീക്വൻസിന് ഇടയിൽ എവിടെയെങ്കിലും ബ്രേക്കേജ് ഉണ്ടോ എന്ന് അറിയാൻ എന്ന് പറയുന്നതാണ് റെക്കമെൻഡേഷൻ എന്ന് പറയാം. അപ്പൊ എന്താണോ ശരിക്കും ചെയ്യേണ്ടത് അതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, വിൽ കോൾ ഇറ്റ് ആസ് എ റെക്കമെൻഡേഷൻ പാർട്ട്. ഇനി ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫോർമാറ്റ് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. പ്രൊസീജിയർ എഴുതുക, നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ അത് കൊടുക്കുക, പ്ലസ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന പേർപ്പസ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് ആക്ച്വലി പറയുന്നത്. ബട്ട് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ കഥേനെയാണ് പ്രൊസീജിയർ എന്ന് വിളിക്കുക. അതായത് എഗ്രി, അനലൈസ്, അസർടൈൻ, അസസ്, കമ്പയർ, കൺസിഡർ, എൻക്വയർ, എൻഷുർ, എക്സാമിൻ, ഇൻസ്പെക്ട്, മോണിറ്റർ, ഒബ്ടെയിൻ, റീകാൽക്കുലേറ്റ്, റീകൺസൈൽ, റീപെർഫോം, റിവ്യൂ, സ്ക്രൂട്ടനൈസ്, വെരിഫൈ, വൗച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പഠിച്ചത് തന്നെയാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നുള്ള ഏരിയ ആണ്. അതായത് എന്ത് ഡോക്യുമെന്റിനെ കുറിച്ചാണോ നിങ്ങൾ റെക്കമെൻഡേഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കും ടെസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെ അത് ജനറലി വരുന്ന ഡോക്യുമെന്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെഫിഷ്യൻസിക്ക് അത് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പർച്ചേസ് ഇൻവോയ്സ്. റെക്കമെൻഡേഷൻ്റെ അകത്ത് നമ്മളിപ്പോൾ പറഞ്ഞു പർച്ചേസ് ഇൻവോയ്സ് സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം എന്ന്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ഡോക്യുമെന്റ് തന്നെയായിരിക്കും കോപ്പി ഓഫ് പർച്ചേസ് ഇൻവോയ്സ് തന്നെയായിരിക്കും. ഇപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ബേസിസ് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയാണ് റെക്കമെൻഡേഷൻ അത് നിങ്ങൾ പറയേണ്ടത് എന്തായിരിക്കും? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ് ആൻഡ് നീഡ് ടു ബി റിവ്യൂഡ് ബൈ എ സീനിയർ ഒഫീഷ്യൽ എന്നുള്ളതായിരിക്കും. ടെസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്നത് എന്ത് തന്നെയായിരിക്കും? നിങ്ങളവിടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യാനായിരിക്കും പറയേണ്ടി വരിക. ആൻഡ് അഗൈൻ പേർപ്പസ്. പേർപ്പസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പർപ്പസ് എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾ കൊടുത്ത റെക്കമെൻഡേഷൻ ആ റെക്കമെൻഡേഷൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് പർപ്പസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഓൾ പർച്ചേസ് ഇൻവോയ്സസ് ഷുഡ് ബി സീക്വൻഷ്യലി നമ്പേർഡ്. സോ ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ പർപ്പസ് എന്തായിരിക്കും? ടു കൺഫേം വെദർ ദ പർച്ചേസ് ഇൻവോയ്സസ് ആർ സീക്വൻഷ്യലി നമ്പേർഡ് എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ബേസിസ് പ്രിപ്പയർ ചെയ്യണമെന്ന് റെക്കമെൻഡേഷൻ കൊടുത്തു. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടു കൺഫേം വെദർ ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആർ പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ് എന്നുള്ളതായിരിക്കും നമ്മുടെ പർപ്പസ് എന്ന് പറയാം. സോ എപ്പോഴും 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 പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കൊടുത്ത റെക്കമെൻഡേഷൻ എന്താണോ അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ പർപ്പസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതുന്ന സമയത്ത് പ്രോപ്പർലി ഒരു പ്രൊസീജിയർ എഴുതുന്നുണ്ടാവണം, നമ്മുടെ ഡോക്യുമെന്റിൽ ഇൻഫർമേഷൻ കൊടുക്കണം, പേർപ്പസ് കൊടുക്കണം. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇത് എങ്ങനെ വരും? ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. റിവ്യൂ എ സാമ്പിൾ ഓഫ് പർച്ചേസ് ഇൻവോയ്സസ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദേ ആർ സീക്വൻഷ്യലി നമ്പേർഡ്. അപ്പോൾ ഒരു സാമ്പിൾ ഓഫ് പർച്ചേസ് ഇൻവോയ്സസ് എടുത്ത് നോക്കണം സീക്വൻഷ്യലി നമ്പേർഡ് ആണെന്ന് അറിയാൻ. അവിടെ റിവ്യൂ എന്ന് പറയുന്നതാണ് പ്രൊസീജിയർ എന്ന് പറയാം. സാമ്പിൾ ഓഫ് പർച്ചേസ് ഇൻവോയ്സസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറയാം. ടു കൺഫേം വെദർ ദേ ആർ സീക്വൻഷ്യലി നമ്പേർഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ പേർപ്പസ് എന്ന് പറയാം. അപ്പൊ ഈ പ്രൊസീജിയറും
ഡോക്യുമെന്റിലെ ഇൻഫോർമേഷനും പേർപ്പസും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുന്നുണ്ടാവുക. ആൻഡ് ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ഫോളോ വെൻ യു ഗിവ് ആൻസേഴ്സ് ഫോർ ദ ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ക്ലിയർ ആയോ? Yes, ഇസ് sir. ഇറ്റ് ക്ലിയർ എവരിവൺ? Yes, Yes, sir. sir. ഓക്കെ, ഫൈൻ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഏരിയ ഓഫ് ഡയറക്ട് കൺട്രോൾസും ആ ഡയറക്ട് കൺട്രോൾസിന്റെ തന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും. ഓക്കെ, സോ ബേസിക്കലി ഡയറക്ട് കൺട്രോൾസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വേറെ വ്യത്യാസം എന്തായിരുന്നു? ഇറ്റ്സ് എ സ്ട്രെങ്ത് ഇൻ കൺട്രോൾ, അല്ലെ? കൺട്രോളിനകത്തുള്ള സ്ട്രെങ്തിനെയാണ് ഡയറക്ട് കൺട്രോൾ എന്ന് വിളിക്കുക. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ പർച്ചേസ് ഇൻവോയ്സസ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ് എന്നായിരുന്നു ഡെഫിഷ്യൻസിക്കകത്ത്. അതേ സ്ഥാനത്ത് ഡയറക്ട് കൺട്രോൾസിലേക്ക് വന്നപ്പോഴത്തേനും അത് എന്തായി മാറും? പർച്ചേസ് ഇൻവോയ്സസ് ആർ സീക്വൻഷ്യലി നമ്പേർഡ് എന്നാവും. അപ്പം അങ്ങനെയുള്ള സ്ട്രെങ്ത് ആയിരിക്കും നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വി നീഡ് ടു ഐഡന്റിഫൈ ദ സ്ട്രെങ്ത്. ഡയറക്ട് കൺട്രോൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യമേ സിനാരിക്കകത്തുള്ള സ്ട്രെങ്ത് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? വൈ ഇറ്റ്സ് എ സ്ട്രെങ്ത്, അത് എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് ആയി മാറുന്നത് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇമ്പാക്ട് എഴുതുക. ഇവിടെ ഇമ്പാക്ട് എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മേലെ നമ്മൾ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി ആയിരുന്നു എഴുതിയിരുന്നത്. ഇവിടെ നമ്മൾ മെയിൻലി ഇമ്പാക്ട് ഓൺ എഫ്എസും അതേപോലെ തന്നെ സം കേസസ് ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റിയും നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഡയറക്ട് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു കൺട്രോളിന്റെ സ്ട്രെങ്ത് കാരണം കൊണ്ട് മിസ്സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ കമ്പനിയുടെ ആക്ടിവിറ്റീസ് എങ്ങനെ പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഡയറക്ട് കൺട്രോൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സ്ട്രെങ്ത് എന്നുള്ള ആദ്യമേ നമ്മൾ പിക്ക് ചെയ്തു. അതിനുശേഷം എന്തുകൊണ്ടാണ് നമ്മളത് സ്ട്രെങ്ത് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെങ്ത് കാരണം കൊണ്ട് എഫ് എസിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളത് പറയാം. മെയിൻലി എഫ് എസിന്റെ അത് മിസ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ഡയറക്ട് കൺട്രോളിനകത്ത് വരുന്നത്. അതിനിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇമ്പാക്ടിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് തന്നെ, purchase invoices are sequentially numbered. Therefore, if any of the purchase invoices have gone missing, company will be able to trace that on timely basis, due to which the purchase and payables will not be understated. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. സോ ഇങ്ങനെ നമ്മൾ ആ പോസിറ്റീവ് സ്ട്രെങ്ത് ആയിരിക്കും പറയുക ഡയറക്ട് കൺട്രോൾസിന്റെ അകത്ത്. ഇനി അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന സമയത്ത് അവിടെ യാതൊരു വ്യത്യാസമില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആദ്യമേ പ്രൊസീജിയർ എന്താണോ ആ പ്രൊസീജിയർ എന്താണെന്നുള്ള മെൻഷൻ ചെയ്യാം. പ്ലസ് നമുക്ക് വേണ്ട ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്താണ് അതെന്താണെന്നുള്ള പറയാം. പ്ലസ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത് അതിനെ ഡിഫൈൻ ചെയ്യാം. സോ പ്രൊസീജിയർ, ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ പ്ലസ് പേർപ്പസ് തന്നെ ആയിരിക്കും ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ കേസിൽ പറയാം. അവിടെ യാതൊരു വ്യത്യാസവും വരുന്നുണ്ടാവില്ല ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ സ്ഥാനത്ത്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഡയറക്ട് കൺട്രോൾസും അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും എഴുതുന്നുണ്ടാവുക. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് ഏറ്റവും കൃത്യമായ രീതിയിൽ പ്രോപ്പർലി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതി പോകണം. ഇവിടെയും പ്രൊസീജിയർ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെ എഴുതാം. ഡോക്യുമെന്റ് അല്ല ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്ത് ഡോക്യുമെന്റിനെ കുറിച്ചാണോ നിങ്ങൾ സ്ട്രെങ്തിൻ്റെ അത് പറയുന്നത് അത് തന്നെയായിരിക്കും. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സ്ട്രെങ്ത് ശരിക്കും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും പേർപ്പസ്. ഇവിടെ നമ്മൾ പറഞ്ഞു പർച്ചേസ് ഇൻവോയ്സസ് സീക്വൻഷ്യലി നമ്പേർഡ് ആണെന്ന്. അപ്പം ടു കൺഫേം വെദർ ദ പർച്ചേസ് ഇൻവോയ്സ് ആർ സീക്വൻഷ്യലി നമ്പേർഡ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ പേർപ്പസ് എന്ന് പറയാം. അതിൽ യാതൊരു മാറ്റവും വരുന്നുണ്ടാവില്ല. So this will be the format applicable to both deficiency and direct controls. Clear ആയോ? Yes, Sir. sir. സോ അപ്പൊ ഇനി നമുക്ക് എക്സാമിനർ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫ്രാൻസിസ്കോ കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എക്സാമിനർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മൾ. അപ്പൊ നമ്മളോട് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് മൊത്തം 3 ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡയറക്ട് കൺട്രോൾസിന് ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് എക്സാമിനർ നമ്മുടെ അടുത്ത് പറയുന്നത് എന്തൊക്കെയാന്ന് നോക്കി. ഫസ്റ്റ് നമ്മൾ എന്താണോ ഡയറക്ട് കൺട്രോൾസ് അത് ഐഡന്റിഫൈ ചെയ്യണം. ആ ഡയറക്ട് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സിനാരിയോക്ക് അന്ന് കറക്റ്റ് ആയിട്ട് എടുത്ത് സ്റ്റേറ്റ് ചെയ്യുക. ഇനി അത് കാരണം കൊണ്ടാകുമ്പോൾ ഇംപ്ലിക്കേഷൻ പറയണം. അതായത് ഈ ഡയറക്ട് കൺട്രോൾ എങ്ങനെയാണ് നമ്മുടെ കമ്പനീനെ ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവണം. അതിനുശേഷം ഇമ്പാക്റ്റും പറയുന്നുണ്ടാവണം. ആൻഡ് കറസ്പോണ്ടിങ് നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ കൊടുക്കുക. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കാൻ നോക്കി, ആസ് യൂഷ്വൽ ലാസ്റ്റ് ഡേ പറഞ്ഞ പോലെ തന്നെ സിനാരിയോക്കകത്ത് എന്താണേലും എത്ര ഡയറക്ട് കൺട്രോൾസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് അതിൽ കൂടുതലും നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എല്ലാ ഡയറക്ട് കൺട്രോൾസും പിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും പ്രോപ്പർലി എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു അത് വേണം ആദ്യമേ എഴുതി പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നമ്മളോട് പറയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടാക്ലിംഗ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, ഡയറക്ട് കൺട്രോൾസും ഡെഫിഷ്യൻസീസും
സെയിം ഇന്റേണൽ കൺട്രോളിൽ തന്നെ പിക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് സെയിം സിനാരിയോക്കകത്ത് തന്നെയായിരിക്കും നിങ്ങൾ ഡയറക്ട് കൺട്രോളും അതുപോലെ തന്നെ ഡെഫിഷ്യൻസീസും പിക്ക് ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങളോട് ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? ഇഫ് സിനാരിയോ കണ്ടെയ്ൻസ് എ കൺട്രോൾ വിച്ച് ഇസ് നോട്ട് ഓപ്പറേറ്റിംഗ് ഇഫക്റ്റീവ്ലി ദെൻ ഇറ്റ്സ് എ ഡെഫിഷ്യൻസി ആൻഡ് നോട്ട് എ ഡയറക്ട് കൺട്രോൾ. സിനാരിയോക്ക് അതൊരു കൺട്രോളിനെ കുറിച്ച് കുറെ പറഞ്ഞു വന്നിട്ടുണ്ടാവും. അതിന്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങളോട് ആ കൺട്രോളിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ട്രെങ്ത് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്, പകരം ഡെഫിഷ്യൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ബേസിസ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് എന്നിട്ട് പറഞ്ഞേക്കാണ് ആ റീകൺസിലേഷൻ ആരും റിവ്യൂ ചെയ്യാറില്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഡെഫിഷ്യൻസി ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. കാരണം നമ്മൾ പഠിച്ചുള്ള കൺട്രോൾ എന്താ? റീകൺസിലേഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഓൺ മന്ത്ലി ബേസിസ് ആൻഡ് നീഡ് ടു ബി റിവ്യൂഡ് ബൈ എ സീനിയർ ഒഫീഷ്യൽ എന്നുള്ളതാണ്. അപ്പൊ സീനിയർ ഒഫീഷ്യൽ റിവ്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ട്രീറ്റ് ഇറ്റ് ആസ് എ ഡെഫിഷ്യൻസി ഇറ്റ് സെൽഫ്. ഓക്കെ. ഇനി നമ്മളോട് പറയുകയാണ് അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ സിനാരിയോ വായിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ ഹൈലൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. 2 കളേഴ്സ് യൂസ് ചെയ്യാൻ അവർ പറയുന്നത്. ഒരു കളറിൽ ഡെഫിഷ്യൻസി എഴുതുക, അതേപോലെ തന്നെ ഒരു കളറിൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. അപ്പം റെഡ് കളറിൽ നിങ്ങൾ ഡെഫിഷ്യൻസി ഓരോന്നും മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ യെല്ലോ കളറിൽ സ്ട്രെങ്ത് ഓരോന്നും മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന കോൺഫിഡൻസ് ഉള്ള 3 പോയിന്റ് വേണം പിക്ക് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് നമ്മളോട് ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കി, ഡയറക്ട് കൺട്രോൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതുന്ന സമയത്ത് കാൻഡിഡേറ്റ്സ് നീഡ്സ് ടു കൺസിഡർ വെദർ ദ കൺട്രോളർ ഡിസ്ക്രൈബ് ഹാസ് ബീൻ അപ്രോപ്രിയറ്റ്ലി ഡിസൈൻ ആൻഡ് ഈസ് ഓപ്പറേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വുഡ് പ്രിവെന്റ് ആൻഡ് ഡിറ്റക്ട് എ മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ്. എന്തെങ്കിലും ഒരു ജനറൽ കൺട്രോൾ ഉണ്ടായാലും പോരാ. അതായത് ഒരു കൺട്രോൾ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം ആ കൺട്രോളിന് എഫ്എസിനകത്ത് ഉണ്ടാവാൻ ചാൻസുള്ള മിസ്റ്റേക്കിനെ പ്രിവെന്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ എന്തായിട്ട് പിക്ക് ചെയ്യുക? ഡയറക്ട് കൺട്രോൾ ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാണ് ആ കൺട്രോളിന്റെ എയിം എന്താന്നുള്ളത് വേണം നിങ്ങൾ മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലനേഷൻ പ്രോപ്പർലി സ്പെസിഫിക്കും ആയിരിക്കണം. അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കി, ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യന്റ് ടു സ്റ്റേറ്റ് ദിസ് വിൽ പ്രിവെന്റ് ഫ്രോഡ് ആൻഡ് എറർ ആസ് വെൽ ആസ് control aim to prevent or detect fraud and error in some other way. A clear understanding of specifically how the control will be prevented and the fraud and error is needed. നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് കൺട്രോൾ എഴുതിയിട്ട് ദിസ് വിൽ പ്രിവെന്റ് ഫ്രോഡ് ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ പോരാ. ഇതെങ്ങനെയാണ് ഫ്രോഡ് ആൻഡ് എറർ പ്രിവെന്റ് ചെയ്യുന്നതെന്നുള്ളതിന് നിങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും മാർക്ക് കിട്ടുന്നുണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഓർഡേഴ്സ് ആർ ഓതറൈസ്ഡ് ബൈ എ സീനിയർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ദിസ് വിൽ പ്രിവെന്റ് ഫ്രോഡ് ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ പോരാ, പകരം അത് എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് പറയാം പർച്ചേസ് ഓർഡേഴ്സ് ആർ ഓതറൈസ്ഡ് ബൈ സീനിയർ ഒഫീഷ്യൽ, therefore the employees will not be able to make orders for their own personal purpose or unwanted excess orders will not be placed, which would reduce the possibility of having excess cash outflows. നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക? അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടും ഉണ്ടാവില്ലാത്തത്? എംപ്ലോയീസിനോട് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, അൺവാണ്ടഡ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ആയിരിക്കണം. നിങ്ങൾ ജനറൽ ആയിട്ട് പറഞ്ഞു വെക്കരുത്. ഓക്കെ. ഇനി ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് കൊടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പറയുന്ന ആര് ചെയ്യുന്ന കാര്യമാണ്? മാനേജ്മെന്റ് ചെയ്യുന്നതല്ല, ഓഡിറ്റർ ചെയ്യുന്നതാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിഷ്യൻസിക്കാണ് നമ്മൾ റെക്കമെൻഡേഷൻസ് കൊടുക്കുക. ഡയറക്ട് കൺട്രോൾസ് ചോദിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് റെക്കമെൻഡേഷൻ എഴുതി വെക്കരുത്. അവിടെ ഓഡിറ്ററായി നമ്മൾ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കൺട്രോൾ എന്താണ്, അത് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞേക്കാണ് ഓഡിറ്റർ എപ്പോഴും റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പാടില്ല. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചോദിക്കുന്ന സമയത്ത് ക്ലിയർലി ആ കൺട്രോൾസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളോട് പറയണം അതേപോലെ തന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുമ്പോൾ എപ്പോഴും റിലയബിൾ സോഴ്സ് ഓഫ് എവിഡൻസ് തന്നെ എഴുതാനായിട്ട് നോക്കുക. ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതുമ്പോൾ ഒരിക്കലും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്നാണ് എക്സാമിന് പറയുന്നത്. ആൻഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറായിട്ട് ആക്ച്വലി അവിടെ എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവുക? അതായത് അതെങ്ങനെ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് തമ്മിൽ മാറിപ്പോകും. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന്റെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്തായിരിക്കും? അസേർഷൻസ് ആയിരിക്കും. ടെസ്റ്റ് ഓഫ് കൺട്രോൾസിന്റെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? കൺട്രോൾസ് ആയിരിക്കും. സോ രണ്ടും എഴുതുന്ന സ്റ്റൈൽ ഈസ് ഓൾമോസ്റ്റ് സെയിം, ബട്ട് ടെസ്റ്റ് ചെയ്യുന്ന മെത്തഡ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. കാരണം അസേർഷൻസ് ആയിരിക്കും നിങ്ങൾ സബ്സ്റ്റാൻറ്റീവിനകത്ത് ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ you will be recalculating the bank reconciliation statement of a company to confirm whether it is mathematically accurate. അതാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുക. അതേ സ്ഥാനത്ത് ടെസ്റ്റ് ഓഫ് കൺട്രോൾ നിങ്ങൾ എന്തായിരിക്കും നോക്കുന്നത്? യു വിൽ ബി റിവ്യൂയിങ് എ സാമ്പിൾ ഓഫ് bank reconciliation statement to confirm whether it is prepared on monthly basis and reviewed by a senior official. അപ്പോൾ മന്ത്ലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, സീനിയർ ഒഫീഷ്യൽ റിവ്യൂ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്ത് നോക്കുന്നത്. സബ്സ്റ്റാൻറ്റീവിൽ നിങ്ങൾ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് റീകാൽക്കുലേറ്റ് ആയിരിക്കും ചെയ്യുന്നത്, മാത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണെന്ന് അറിയാൻ അസേർഷൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ടെസ്റ്റ് ഓഫ് കൺട്രോളിൽ വരുന്ന മാറ്റം എന്ന് പറയാം. സോ
അപ്പൊ ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെൻ യു ഗീവ് ആൻസേഴ്സ് ഫോർ യുവർ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ഓക്കെ, ഇനി ഡെഫിഷ്യൻസീസ് എഴുതുന്ന സമയത്ത് അവിടെ നിങ്ങളോട് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന 5 ഡെഫിഷ്യൻസീസും അതിന്റെ റെക്കമെൻഡേഷൻസും ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡെഫിഷ്യൻസി എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, അത് എന്തുകൊണ്ടാണ് ഡെഫിഷ്യൻസി ആവുന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക, ആൻഡ് റെക്കമെൻഡേഷനും കൊടുക്കുക. അതിനിവിടെ പറഞ്ഞേക്കുന്നത് നോക്കി, നിങ്ങളോട് പറയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, സിനാരിയോയിൽ നിന്ന് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. ബട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഡെഫിഷ്യൻസി തന്നെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. വിച്ച് മീൻസ് വെറുതെ ഫാക്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്, ഡെഫിഷ്യൻസി തന്നെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എൻഷുർ ചെയ്യുക. അവിടെ പറഞ്ഞേക്കാണ് ഈ കാൻഡിഡേറ്റ്സ് പലപ്പോഴും സിനാരിയോക്കുന്ന ഫാക്ട് എഴുതി വെക്കും, പക്ഷെ എന്തും എഴുതൂല, ഡെഫിഷ്യൻസി എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് കഥ മൊത്തം എഴുതേണ്ടതായിട്ട് ആവശ്യമില്ല, അവിടെ എന്താണ് കൃത്യം ഡെഫിഷ്യൻസി അത് മാത്രം പറഞ്ഞാൽ മതി. അത് നിങ്ങളോട് പറയുകയാണ് ഇറലവെന്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ് നിങ്ങൾ പിക്ക് ചെയ്യുകയും ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, purchase orders should be 4-part. However, this was not a deficiency as the scenario stated that orders were multi-part. അതായത് നിങ്ങളോട് ഓൾറെഡി സിനാരിക്ക് അത് പറഞ്ഞിട്ടുണ്ട് പർച്ചേസ് ഓർഡേഴ്സ് മൾട്ടിപ്പാർട്ട് ആണ്. അപ്പൊ നിങ്ങൾ പോയിട്ട് പറയണം പർച്ചേസ് ഓർഡേഴ്സ് 4-part ഇല്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിഷ്യൻസി ആയിട്ട് എടുക്കാൻ പറ്റൂല എന്നാണ് അവർ പറയുന്നത്. കാരണം കൃത്യമായിട്ട് സിനാരിയോയിൽ പറഞ്ഞൊരു കാര്യം മാത്രമേ നിങ്ങൾ ഡെഫിഷ്യൻസി ആയിട്ട് പിക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നത് ഡെഫിഷ്യൻസി എന്ത് ഇമ്പാക്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യണം, അതും സ്പെസിഫിക് ആയിരിക്കണം. ദിസ് വിൽ റിസൾട്ട് ഇൻ ഫ്രോഡ് ആൻഡ് എറർ എന്ന് പറയരുത്, അതെങ്ങനെയാണ് ഫ്രോഡ് ആൻഡ് എററിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് പറയണം. ഇപ്പൊ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പർച്ചേസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അവിടെ ഇറ്റ് മേ റിസൾട്ട് ഇൻ ഫ്രോഡ് ആൻഡ് എറർ എന്നല്ല പറയേണ്ടത്, പകരം എന്ത് ഫ്രോഡ് അവിടെ വരിക എന്ന് പറയാം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറയാം purchase orders are not purchase orders are not authorized. Therefore, there can be chances that employees might place orders for their own personal purpose, or unwanted orders might be placed, which may result in fraudulent transactions and significant cash outflows. അപ്പൊ അവിടെ നമ്മൾ പ്രോപ്പർലി എന്ത് ചെയ്തു, എങ്ങനെയാണ് ഫ്രോഡ് ഉണ്ടാവുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതും കൂടെ പറഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് മാർക്ക് വരുന്നുണ്ടാവുക. ആൻഡ് റെക്കമെൻഡേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് പ്രോപ്പർലി പറയാണ് എന്ത് ഡെഫിഷ്യൻസിയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻ തന്നെ കൊടുക്കണം. ജനറൽ ആയിട്ട് റെക്കമെൻഡേഷൻ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. നിങ്ങൾ കണ്ടുപിടിച്ച ഡെഫിഷ്യൻസി എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് എക്സാമിനർ തരുള്ളൂ. ദെൻ എക്സാമിന് ഓവറോൾ പറഞ്ഞേക്കാണ് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനുള്ള പെർഫോമൻസ് അവർക്ക് ഡിസപ്പോയിന്റിങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ചില കാൻഡിഡേറ്റ്സ് ഇവിടെയും കൊണ്ടുപോയിട്ട് എന്താ എഴുതിയേക്കുന്നത്, റെക്കമെൻഡേഷന് പകരം ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. അഡീഷണലി റെക്കമെൻഡേഷൻസ് മാനേജ്മെന്റ് ചെയ്യേണ്ടതാണ്, ഓഡിറ്റർ ചെയ്യേണ്ട കാര്യമല്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തെറ്റിച്ചാണ് സ്റ്റുഡൻസ് ആൻസർ ചെയ്തിരുന്നതെന്നാണ് എക്സാമിനർ പറയുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഡെഫിഷ്യൻസിയുടെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നത് ടെസ്റ്റ് ഓഫ് കൺട്രോൾ അല്ല, റെക്കമെൻഡേഷൻ ആണ്. അതേപോലെ തന്നെ സ്ട്രെങ്ത് ഇൻ കൺട്രോളിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും റെക്കമെൻഡേഷൻ കൊടുക്കില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി എ സ്ട്രെങ്ത്. അപ്പൊ സ്ട്രെങ്ത് ഇൻ കൺട്രോളിന്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും എന്തായിരിക്കും, ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ കൃത്യം ശ്രദ്ധിക്കുക, അവിടെ എപ്പോഴും നമ്മൾ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന സമയത്ത് മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയേണ്ടത്, ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതല്ല. അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുന്ന സമയത്ത് അവിടെ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്, മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതല്ല നമ്മൾ പറയാം. അപ്പൊ ആ കാര്യം പ്രോപ്പർലി ശ്രദ്ധിക്കുക വെൻ ഗിവിംഗ് യുവർ ആൻസർ. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് വി വിൽ സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ഫ്രം ദ ലേറ്റസ്റ്റ് കിറ്റ്, ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് നോക്കി, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ 3 ഡെഫിഷ്യൻസീസ് ആണ്, ഡയറക്ട് കൺട്രോൾസ് ആണ്. ആൻഡ് ഡിസ്ക്രൈബ് ദ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഓഡിറ്റർ ഷുഡ് പെർഫോം ടു അസസ് ഇഫ് ദി ഡയറക്ട് കൺട്രോൾസ് ആർ ഓപ്പറേറ്റിംഗ് ഇഫക്റ്റീവ്ലി. നമ്മളോട് 3 ഡയറക്ട് കൺട്രോൾസ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചോദിക്കുന്നുണ്ട്. സെയിം as that 5 ഡെഫിഷ്യൻസീസ് ചോദിക്കുന്നുണ്ട്, അതിന്റെ റെക്കമെൻഡേഷൻസും ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ സിനാരിയോ ഒന്ന് എല്ലാവരും പ്രോപ്പർലി വായിച്ചു നോക്കുക. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് സിനാരിയോ 3 ഡയറക്ട് കൺട്രോൾസും 5 ഡെഫിഷ്യൻസീസും അതിന്റെ റെക്കമെൻഡേഷൻസ് ഒന്ന് പിക്ക് ചെയ്ത് എല്ലാവരും. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഫ്രാൻസിസ്കോ കമ്പനി. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രാൻസിസ്കോ കമ്പനി. സോ ഫ്രാൻസിസ്കോ കമ്പനി എംപ്ലോയീസ് ഡിസ്ട്രിബ്യൂഷൻ deport staff who are paid monthly based on the number of hours worked. Each employee has a staff identity card which they use to sign in and sign out at the depot at the beginning and end of the each shift to record their hours worked. And this process is supervised by security staff as well as CCTV cameras. The hours worked per employee are automatically transferred from the signing in system into the payroll system. And the hourly wage rate is preset and payroll system automatically calculates the gross and net pay along with relevant statutory deductions
and produces payslips which are immediately emailed to the employees. Access to the employee standing data in the payroll system is restricted to payroll managers through the use of password, which system requires to be changed on a monthly basis. Distribution report employees are paid by bank transfer on monthly basis. Senior payroll manager reviews a list of bank payments and agrees this to the payroll records. If any discrepancies are noted, these are investigated by the senior payroll manager, who then makes the required adjustment in the payroll records. പറയും എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി അല്ലെ സ്ട്രെങ്ത് ഉള്ളത്? സ്റ്റാഫ് ഐഡന്റിറ്റി കാർഡ് യൂസ് ചെയ്തിട്ടാണ് എംപ്ലോയീസ് സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട് ചെയ്യുന്നത്. ഇത് ഒരു സൂപ്പർവൈസർ, സെക്യൂരിറ്റി സ്റ്റാഫ് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. CCTV ക്യാമറാസ് ഉണ്ട്. ഡയറക്ട് കൺട്രോൾ. ഓക്കെ, ഡയറക്ട് കൺട്രോൾ ആണ് സ്ട്രെങ്ത്. ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എംപ്ലോയീസ് ഓരോരുത്തരും സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കറക്റ്റ് ആയിട്ട് അവരുടെ സ്റ്റാഫ് ID കാർഡ്സ് യൂസ് ചെയ്ത് തന്നെയാണ് സൈൻ ഇൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് സെക്യൂരിറ്റി സ്റ്റാഫ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസും ചെയ്യുന്നുണ്ട്, CCTV ക്യാമറാസും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന കൺട്രോൾ സ്ട്രെങ്ത് എന്തായിരിക്കും? അതുകൊണ്ട് അവിടെ പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവരുടെ കാർഡ്സ് മാത്രമേ അവർ സ്വൈപ്പ് ചെയ്യത്തുള്ളൂ. വേറെ കൊലീഗ്സിൽ നിന്ന് വെച്ചിട്ട് അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് കറക്റ്റ് പേയ്മെന്റ്സ്, അവർ വർക്ക് ചെയ്തതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ്സേ അവർക്ക് കിട്ടുള്ളൂ. അപ്പം അൺവാണ്ടഡ് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷനോ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫൈൻ, പെർഫെക്റ്റ്. നമുക്കപ്പോൾ അത് തന്നെ പറയാം. നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അത് വെച്ച് തന്നെ പറയാം. The distribution staff are issued with ID cards to sign in and sign out, and this process is being supervised by security staff as well as by CCTV cameras. Therefore, the employees will sign up only using their own cards, and only genuine employees are paid for the hours they actually worked. This will reduce unwanted cash outflows and increase payroll expense. നമുക്ക് എങ്ങനെയായിരിക്കും ടെസ്റ്റ് കൺട്രോൾ തന്നെ കൊടുക്കാൻ പറ്റുക? എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? CCTV ക്യാമറ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ പ്രോസസ് ഒബ്സർവ് ചെയ്യാം. അതേപോലെ തന്നെ CCTV ക്യാമറയിലെ ഫൂട്ടേജസും നമുക്ക് നോക്കാം എന്നുള്ളത് പറയാം. ശരിയല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയാം, ഒബ്സർവ് ദ പ്രോസസ് ഓഫ് സൈനിങ് ഇൻ by using the staff ID cards to ensure that a supervisor is present at the sign-up area. Also review the footages of CCTV cameras to ensure that these are being recorded on daily basis. Clear ആയോ? ഓക്കെ, ഇനി വേറെന്താ അവിടെ തന്നെയുള്ള സെയിം പാരഗ്രാഫിലെ സ്ട്രെങ്ത് ഓർ ഡെഫിഷ്യൻസി എനിത്തിങ്? ഗ്രോസും നെറ്റിന്റെ നമ്മള് സാമ്പിൾ എടുത്ത് റീകാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഫൈൻ. അതായത് നമ്മളവിടെ ഏത് പോയിന്റിൽ നിന്ന് നമ്മളത് പിക്ക് ചെയ്യുന്നത്? നമ്മളോട് പറഞ്ഞു പേറോൾ സ്റ്റാൻഡിംഗ് ഡേറ്റയ്ക്കകത്ത്, സോറി അതല്ലല്ലോ, പേറോൾ ഡിപ്പാർട്ട്മെന്റിലെ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പേറോൾ സിസ്റ്റത്തിൽ അത് ഓട്ടോമാറ്റിക്കലി ആണ് വരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വെച്ച് പേ സ്ലിപ്പ് പ്രൊഡ്യൂസ്ഡ് ആവും. അത് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാണ്, ഇമെയിൽ ചെയ്ത് പേയ്മെന്റ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. സോ വിച്ച് മീൻസ് അവിടെ എന്ത് നടക്കുന്നില്ല, കാൽക്കുലേഷൻസ് ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല അല്ലെ? ഓക്കെ, സോ നമ്മൾ നോർമലി ഇങ്ങനെയുള്ള കേസസ് കാണുമ്പോൾ എപ്പോഴും നമ്മളോട് അവിടെ ഒരു ആഡ് ഓൺ പോയിന്റും കൂടെ പറയാറുള്ളതാണ്. ഒരു റെഗുലർ ബേസിസിൽ ഒരു സാമ്പിൾ കാൽക്കുലേഷൻസ് റീപെർഫോം ചെയ്ത് നോക്കും സീനിയർ ആയിട്ടുള്ള ആളുകൾ. ഇവിടെ പക്ഷെ അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി? എക്സാക്ട്ലി, എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എറേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇൻകറക്റ്റ് എമൗണ്ട് ആയിരിക്കും പോവുക. ഇൻകറക്റ്റ് എമൗണ്ട് ആയിരിക്കും എംപ്ലോയീസിന് പോകുന്നുണ്ടാവുക. എംപ്ലോയീസ് ഓട്ടോമാറ്റിക്കലി എന്താവാൻ ചാൻസ് ഉണ്ട്? ഡിസാറ്റിസ്ഫൈഡ് ആവാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അത് തന്നെ പറയാം, ദ മന്ത്ലി പേറോൾ കാൽക്കുലേഷൻസ് ആർ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റഡ് ബൈ ദ പേറോൾ സിസ്റ്റം, ബട്ട് നോ സാമ്പിൾ ചെക്ക് ഓഫ് പേബിൾ കാൽക്കുലേഷൻസ് ആർ ബീങ് ക്യാരിഡ് ഔട്ട്. Therefore, there can be chances that any errors in the payroll calculation will not be identified and corrected on timely basis, and the employees will be paid incorrect amount, which may result in unwanted cash outflows and loss of employee goodwill. Recommendation ആയിട്ട് നമുക്ക് എന്തായിരിക്കും കൊടുക്കാൻ പറ്റുക? റീകാൽക്കുലേഷൻ അല്ല, ഒരു സീനിയർ ഒഫീഷ്യൽ അത് ചെക്ക് ചെയ്യാൻ പറയും, റീകാൽക്കുലേറ്റ് നോക്കാൻ പറയാം. എന്താ പറയാ, അതിന് പറഞ്ഞാൽ മതി. ഓൾ പറയണം, എങ്ങനെ പറയേണ്ടത്? സെന്റൻസ് ആയിട്ട് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നത്? എന്താണോ ഇല്ലാത്തത് അത് വേണമെന്ന് മാത്രം പറയാം. എന്താ പറയേണ്ടത്? All the gross and net pay automatically calculated should be recalculated by a senior official in order to confirm it is
അവിടെ പർപ്പസ് ആയിട്ട് ചെയ്യണമെന്നില്ല, എന്താ വേണ്ടെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഫുൾ കാൽക്കുലേഷൻസ് ചെയ്യണ്ട കേട്ടോ, സാമ്പിൾ ബേസിസിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയാം, എ സീനിയർ പേറോൾ ഒഫീഷ്യൽ ഷുഡ് ബി അലോക്കേറ്റഡ് ടു റീകാൽക്കുലേറ്റ് ദ പേറോൾ gross and net pay calculation on a sample basis, and the payment should be processed only after the recalculations are carried out. Clear ആയോ? Yes, sir. ഓക്കെ, അടുത്ത ഇഷ്യൂ എന്താ, അല്ലെങ്കിൽ അടുത്ത സ്ട്രെങ്ത് എന്താ? പേറോൾ മാനേജേഴ്സ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എംപ്ലോയി സ്റ്റാൻഡിംഗ് ഡാറ്റയിലേക്ക്. അതേപോലെ മന്ത്ലി ബേസിസിൽ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡയറക്ട് കൺട്രോൾ. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, എംപ്ലോയി സ്റ്റാൻഡിംഗ് ഡേറ്റയിലേക്കുള്ള ആക്സസ് ആർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? പേറോൾ മാനേജേഴ്സിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ആക്സസ് കൊടുക്കാൻ യൂസ് ചെയ്തേക്കുന്ന പാസ്വേഡ്സ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. നല്ലതാണോ മോശമാണോ? നല്ലതാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സ്റ്റാൻഡിംഗ് ഡേറ്റയിലേക്കുള്ള ആക്സസ് ആർക്ക് മാത്രമേ ഓഫർ ചെയ്യാൻ പാടുള്ളൂ? സീനിയർ ഒഫീഷ്യൽസിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ അത് തന്നെ പറയാ, ദ ആക്സസ് ടു ദ പേറോൾ മാസ്റ്റർ ഡേറ്റ, standing data are only provided to the payroll managers, and the passwords are updated on monthly basis. This may reduce the possibility of having unauthorized changes made in the employee data, which will reduce chances of having incorrect payments being made to the employees, and fraudulent transactions will also be reduced. നമുക്ക് അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇൻകറക്റ്റ് പാസ്വേഡ് കൊടുത്തിട്ട് റിജക്ട് ആവുന്നുണ്ടോ നോക്കാം. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇൻപുട്ട് എ സാമ്പിൾ ഓഫ് ഓൾഡ് പാസ്വേഡ്സ് ഇൻ ടു ദ പേറോൾ സിസ്റ്റം, കൺഫേം ദാറ്റ് വെദർ ദ പാസ്വേഡ്സ് ആർ ബീങ് റിജക്റ്റഡ് ബൈ ദ സിസ്റ്റം ആൻഡ് ഓൺലി ന്യൂ പാസ്വേഡ്സ് ആർ അക്സെപ്റ്റഡ്. ഓക്കെ, പിന്നെ അടുത്തെന്താ? സീനിയർ പേറോൾ മാനേജർ ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് എഗ്രി ചെയ്യുന്നുണ്ട് പേറോൾ റെക്കോർഡ്സുമായിട്ട്. അതേപോലെ അത് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റും ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ മെയ്ഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഡയറക്ട് കൺട്രോൾ ആണ്. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ഇല്ല. യെസ്, അതല്ലേ ഇവിടുത്തെ ഇഷ്യൂ അല്ലേ? അതായത് ആ ഡ്യൂട്ടീസ് ആരാ ചെയ്യുന്നത് നോക്കി നോക്കി. അതായത് ചെയ്യുന്നൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷെ അത് ചെയ്യുന്ന എല്ലാം ഒരാൾ തന്നെയാണ്. നോക്കി, ഈ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ എംപ്ലോയീസിന് മന്ത്ലി ബാങ്ക് ട്രാൻസ്ഫർ വഴി പേ ചെയ്യണം. സീനിയർ പേറോൾ മാനേജറാണ് ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് റിവ്യൂ ചെയ്യുന്നതും അത് പേറോൾ റെക്കോർഡ്സുമായിട്ട് എഗ്രി ചെയ്യുന്നതും. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് കണ്ടു കഴിഞ്ഞാൽ ആൾ തന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുള്ള റിക്വയർഡ് അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യും. നമ്മൾ പറഞ്ഞതായിരുന്നു, ആരാണോ ട്രാൻസാക്ഷൻസ് ഓതറൈസ് ചെയ്യുന്നത് അവര് എന്തെങ്കിലും തരത്തിലുള്ള അമെന്റ്മെന്റ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന്. കാരണം എന്താ, ഇപ്പൊ ഞാൻ ആ ട്രാൻസാക്ഷൻ ഓതറൈസ് ചെയ്യുന്നത്, എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുക്കണം, എനിക്ക് നേരെ എടുത്തിട്ട് ആ പേയ്മെന്റ് റെക്കോർഡ്സ് ഇട്ട് അത് ചേഞ്ച് വരുത്തിയാൽ പോരെ. മനസ്സിലായോ? സോ ഇറ്റ്സ് നോട്ട് എ സ്ട്രെങ്ത്, ഇറ്റ്സ് എ ഡെഫിഷ്യൻസി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അത് വേണം നമ്മൾ പറയാനായിട്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുക? നിങ്ങൾ പറയാം, ദ സീനിയർ പേറോൾ മാനേജർ റിവ്യൂസ് എ ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് make adjustment to the records in case of any discrepancies. Therefore, there is lack of segregation of duty. This increases the possibility of having fraudulent transactions, which may result in significant cash outflow for the company in terms of payroll expense. Clear ayo? Yes, sir. നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ? ക്ലിയർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് വേണമെന്ന് പറയാം. Okay, നമ്മൾ പറയാം, there should be proper segregation of duty between the person who authorizes the list of payments and making adjustment to the records. All of these responsibilities should not be undertaken by the senior payroll manager. Clear ayo? Yes, sir. Okay. The Francisco company has a central purchasing department based at its head office. When the goods are required, production supervisor submits a request to purchasing department. A multi-part purchase order is then generated. The purchasing manager authorizes all orders below $3,000 and purchasing director authorizes orders of $3,000 and above. On receipt of goods, the quantity and quality received are checked by the warehouse team member against the supplier delivery note. Goods received note is produced. Copy of GRN is sent to both financing and purchasing department. When purchase invoices are received from the suppliers, they are logged into the invoice received file. An accounting system assigns each invoice a unique number based on supplier code and date of input. The finance clerk then matches the invoices to the copy of relevant purchase orders, passes
those two documents to the finance director for authorization prior to invoices being input into the system. Okay. പറയടാ എന്തൊക്കെയാണ് സ്ട്രെങ്ത് അല്ലെ ഡെഫിഷ്യൻസീസ് ഉള്ളത്? എല്ലാ Purchase ഓർഡേഴ്സും orders പർച്ചേസ് ഓർഡേഴ്സ് authorize ചെയ്യുന്നുണ്ട്. പർച്ചേസ് ഓർഡേഴ്സ് പ്രോപ്പർലി ഓതറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് എബോവ് $3,000 ബിലോ $3,000 കറക്റ്റ് ആയിട്ട് തന്നെ ഓതറൈസ് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ? സ്ട്രെങ്ത് ആണ്. സോ പർച്ചേസ് ഓർഡേഴ്സ് പ്രോപ്പർലി ഓതറൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? ഗുഡ്സ് ഓർഡർ ചെയ്യത്തില്ല, ഓർഡർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ എംപ്ലോയീസ് അവരുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Fraudulent transactions avoid ചെയ്യാൻ നമ്മുടെ കമ്പനിയുടെ എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഫ്രോഡും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ തന്നെ പറയാം. നിങ്ങൾ എങ്ങനെ പറഞ്ഞു വെക്കണ്ടേ? നിങ്ങൾ പറയാ all the purchase orders above $3,000 and below $3,000 are authorized by purchase manager and purchase director. Therefore, this reduces the possibility of orders being placed by the customers, by the employees which are not required, or the employees will not be able to make orders for their own personal purpose, thereby reducing the fraudulent transaction and unwanted cash outflow due to excess purchase. നമുക്ക് എന്തായിരിക്കും കൊടുക്കാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോള്? ഒരു സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് എബവ് 3,000 ബിലോ 3,000 എടുക്കുക. എന്നിട്ട് എബവ് 3,000 പർച്ചേസ് ഡയറക്ടറിനാണ് ഓതറൈസ് ചെയ്യുന്നത്. അതേപോലെ മറ്റേത് പർച്ചേസ് മാനേജർ ആണ് ഓതറൈസ് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യും. ഓക്കെ, സോ 1 by 1 പേര് പറഞ്ഞ് പറയണേ അങ്ങനെ പറയാം, അല്ലെ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് മാനേജ്മെന്റ് പേഴ്സൺ ആണോ എന്നുള്ളത് കമ്പയർ ചെയ്ത് പറഞ്ഞാലും മതി. അപ്പൊ നിങ്ങൾ പറയാം review a sample of purchase orders above and below $3,000 and confirm whether they are being authorized by appropriate level of management persons. Clear ആയോ? Yes, sir. Okay. Yes, sir. അടുത്തത് over here, strength or deficiency? Deficiency ആണുള്ളത്. Deficiency. ഗുഡ്സ് റിസീവ് ചെയ്തത് ഡെലിവറി നോട്ട് അവര് ചെക്ക് ചെയ്യുന്നത്. പെർഫെക്റ്റ്. നമ്മളോട് പറഞ്ഞു ഓൺ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി അവർ ചെക്ക് ചെയ്യുന്ന എന്തിന് എഗൈൻസ്റ്റ് ആയിട്ടാണ്? സപ്ലയർ ഡെലിവറി നോട്ടിന് എഗൈൻസ്റ്റ് ആയിട്ടാണ്. എന്നിട്ട് ഒരു GRN അവർ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ സ്പെസിഫിക്കലി ഇത് പഠിച്ചതായിരുന്നു. എടാ, സപ്ലയർ ഡെലിവറി നോട്ട് എന്ന് പറഞ്ഞാൽ ആര് തരുന്ന? സപ്ലയർ തരുന്നതാണ്. നമ്മൾ പഠിച്ചിരുന്നു അത് അല്ലെ? സപ്ലയർ ഡെലിവറി നോട്ടിന്റെ അത് സപ്ലയർ പറയുകയാണ് 10 പ്രൊഡക്റ്റ് ആണ് ഈ പാക്കറ്റിനകത്തുള്ളത്. അതെന്താണെങ്കിലും ജനറലി എങ്ങനെ തന്നെയായിരിക്കും, അങ്ങനെ തന്നെയായിരിക്കും. നമുക്കറിയേണ്ടത് സപ്ലയർ എത്രയും തന്നു വിട്ടു എന്നാണോ? നമ്മൾ ഓർഡർ ചെയ്തത് നമുക്ക് കിട്ടിയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പെർഫെക്റ്റ്. അപ്പോ പർച്ചേസ് ഓർഡർ വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നതാണ് നമ്മൾ യൂഷ്വലി പറയല്? എക്സാക്ട്. നമ്മൾ ഓർഡർ ചെയ്തെല്ലാം നമുക്ക് ഡെലിവർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവും? സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവും. കസ്റ്റമർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യും? ഡെലിവറി ചെയ്യും. അപ്പൊ അവിടെ എന്ത് പറ്റും? ഓക്കെ, അപ്പൊ അത് തന്നെ പറയാം. നിങ്ങൾ പറയാം ദ ഗുഡ്സ് റിസീവ്ഡ് ആർ ക്രോസ് ചെക്ക്ഡ് അഗൈൻസ്റ്റ് ദ സപ്ലൈ ഡെലിവറി നോട്ട് ആൻഡ് നോട്ട് അഗൈൻസ്റ്റ് ദ പർച്ചേസ് ഓർഡേഴ്സ്. Therefore, there can be chances that the supplier might have delivered excess products which may result in significant cash outflows, or there can also be chances that all the required orders might not have been delivered by the supplier, which may lead to stock out and the company will not be able to meet customer demand, resulting in customer dissatisfaction. Recommendation എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക? ആദ്യം എന്ത് ചെയ്യാം? പർച്ചേസ് ഓർഡറിന്റെ കോപ്പി അങ്ങോട്ട് അയക്കണം എന്ന് പറയാം. വെയർ ഹൗസിലേക്ക് അയക്കണം. റിസീവ് ചെയ്യുമ്പോൾ പർച്ചേസ് ഓർഡറുമായിട്ട് എഗ്രി ചെയ്യണം എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ പറയുക കോപ്പി ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് ഷുഡ് ബി സെൻഡ് ടു ദ warehouse department and the warehouse department should agree goods received against the purchase orders. Clear ayo? Yes, sir. Okay. Yes, sir. What's the next one? GRN കോപ്പി ഫിനാൻസിലേക്കും പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും അയക്കുന്നുണ്ട്. ഓക്കെ, GRN കോപ്പി ഫിനാൻസിലേക്കും പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക? അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇൻവോയ്സ് ചെയ്യും. പിന്നെ the copy of GRN are sent to purchase ordering department and finance department. Therefore, both the department will be able to therefore the purchase ordering department will be able to trace unfulfilled purchase orders.
and the suppliers will be paid on time from the finance department. നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? സാമ്പിൾ എടുക്കുക GRന്റെ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ എന്നിട്ട് റെഗുലർലി കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഡോക്യുമെന്റ് കിട്ടുന്നത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റിന്റെ കോപ്പി വാങ്ങുക. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഒപ്റ്റെയിൻ കോപ്പീസ് ഓഫ് പർച്ചേസ് obtain the copies of GRN held with the finance department and purchase ordering department to confirm that they are receiving a copy on regular basis. Clear ayo? Okay. And over here, easy point. എന്താ? ഇൻവോയ്സസ് സീക്വൻഷ്യലി നമ്പർഡ്. ഓക്കെ, ഇൻവോയ്സസ് സീക്വൻഷ്യലി നമ്പർഡ് അല്ല, അവരെന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് യുണിക്ലി നമ്പർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പ്രത്യേകം പഠിച്ചായിരുന്നു ഇൻവോയ്സിന് അങ്ങനെ എന്തെങ്കിലും യൂണിക് നമ്പറിംഗ് സിസ്റ്റം ഉണ്ടോ? ഇല്ല, സീക്വൻഷ്യലി നമ്മൾ നമ്പർ ചെയ്യണം. അപ്പൊ നമ്മൾ പറയാ the invoices are given a unique number based on the supplier code and date of input, and they're not sequentially numbered. Therefore, in case if any of the purchase orders have gone missing, company will not be able to trace that, which may result in supplier not being paid on time and supplier will be dissatisfied. Recommendation കൊടുക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? Sequential number ചെയ്യാം. Purchase invoices should be sequentially numbered, and a sequence check should be performed to identify any sequence breakages. Then, over here. ഇൻവോയ്സ് പർച്ചേസ് ഓർഡറുമായിട്ടാണ് അവർ മാച്ച് ചെയ്യുന്നത്. എന്താ പ്രോബ്ലം? GRN ഗുഡ്സ് റിസീവ് ചെയ്തത് ആയിട്ടല്ല മാച്ച് ചെയ്യണ്ടേ? GRN ഇൻവോയ്സസ് പെർഫെക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം പോയിന്റ് തന്നെയല്ലേ അത്? ഓക്കെ, എടാ ആർക്കെങ്കിലും ഈ പോയിന്റ്സ് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾസ് പ്രോപ്പർലി പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് പ്രോപ്പർലി മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പഠിച്ച പോയിന്റ് നമ്മൾ പഠിച്ചല്ലായിരുന്നോ? എന്റെ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചതായിരുന്നു പർച്ചേസ് ഓർഡേഴ്സ് നമ്മൾ എന്തുമായിട്ട് മാച്ച് ചെയ്യണം? GRനുമായിട്ട് മാച്ച് ചെയ്യണം. GRന് എന്തുമായിട്ട് മാച്ച് ചെയ്യണം? സപ്ലയർ ഇൻവോയ്സുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ നമുക്ക് കിട്ടിയെന്ന് അറിയണം. 10 ഓർഡർ ചെയ്താൽ 10 കിട്ടിയെന്ന് നമുക്ക് അറിയണം. ഇനി കിട്ടിയ 10 ഏതാണോ അതിന്റെ തന്നെയാണോ ബില്ല് വന്നേക്കുന്നതെന്ന് അറിയണം. ഇവിടെ പക്ഷെ ഇവർ പറഞ്ഞു എന്താ? പർച്ചേസ് ഓർഡറും സപ്ലയർ ഇൻവോയ്സും കൂടെ തമ്മിലാണ് മാച്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? നമുക്ക് ചിലപ്പോൾ 10 ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 8 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, ബില്ല് 10 വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടാത്തതിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പേ ചെയ്യേണ്ടതായിട്ട് വരും. അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ ആ സെയിം സാധനം തന്നെ പറയാ. നിങ്ങൾ പറയാ ദ ഫിനാൻസ് ക്ലർക്ക് മാച്ചസ് ദ ഇൻവോയ്സസ് എഗനിസ്റ്റ് ദ purchase orders and are not agreed to the goods received not. Therefore, there can be chances that the company might need to pay for the goods which they have not received, which may result in unwanted cash outflows. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? GRനുമായിട്ട് എഗ്രി ചെയ്ത് നോക്കാൻ വേണ്ടി പറയണം. ഓക്കെ, നമ്മൾ പറയാ ദ ഫിനാൻസ് ക്ലർക്ക് ഷുഡ് ബി അഡ്വൈസ് ടു എഗ്രി purchase invoices to the goods received not. And then the finance director should be the finance clerk should be advised to agree the purchase invoices to the goods received not before inputting the invoices into the system. Clear? Yes, sir. Yes. Okay. അപ്പോ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞേക്കുന്ന എല്ലാ പോയിന്റ്സും ആക്ച്വലി ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ജനറൽ പോയിന്റ്സ് ആണോ നമ്മളിപ്പോൾ പറഞ്ഞു പോയതെല്ലാം? അല്ല, നമ്മൾ ശരിക്കും നോളജ് പാർട്ടിന്റെ അകത്ത് ഇപ്പൊ സെയിൽസിന്റെ അതും പർച്ചേസിന്റെ അതും പഠിച്ചിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ടുള്ളത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്, വിച്ച് വി ഹാവ് ഡൺ ഇൻ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ബിഫോർ. ബട്ട് സെയിം നമുക്ക് എല്ലാം ഇതിന്റെ അകത്തുനിന്ന് തന്നെയുള്ളതാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. Then non-current assets. Francisco Company owns approximately 55% of its distribution depots, and the remainder are leased premises, which have been confirmed as correctly capitalized in line with relevant accounting standards. The lease agreement and the ownership document are held in the finance department. Earlier in the year, members of the company's internal audit department undertook a review of leased agreements and ownership document, but were unable to locate number of relevant documents. Each distribution report is set up as a separate cost center and given an annual expenditure budget, but some cost centers have already significantly exceeded their annual budgets. When new equipment is purchased, the finance manager classifies the purchase order as a capital or revenue expenditure. The classification is made with reference to formal company policy established by the finance director, who sample checks that capital or revenue
allocation has been correctly applied and there evidences this review by the way of signature. പറയും എന്തൊക്കെ നമുക്ക് ഉള്ള ഡെഫിഷ്യൻസീസും സ്ട്രെങ്ത്തും. വി ഹാവ് ബോത്ത് ഡെഫിഷ്യൻസി ആൻഡ് സ്ട്രെങ്ത് ഫ്രം ദ പാരഗ്രാഫ്. എന്തൊക്കെയുള്ളത്? ലീസും അതേപോലെ അവര് ലീസ് ഡോക്യുമെന്റ്സ് മിസ്സിംഗ് ആണ്. അവർ പറഞ്ഞു അവരുടെ 55% ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പോർട്ട്സ് മാത്രമാണ് അവർ ഓൺ ചെയ്യുന്നത്, ബാക്കി ലീസിലേക്കാണ്. അവർ ലീസിന് എടുത്തേക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ രീതിയിൽ ഓണർഷിപ്പിലുള്ളതാണെങ്കിലും ഇതിന്റെ എല്ലാത്തിനും ഡോക്യുമെന്റ്സ് എന്ത് ചെയ്തു എന്ന് പറയാ, മിസ്സിംഗ് ആണെന്ന് പറയാണ്. അവർക്ക് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അതൊരു ചെറിയ ഡെഫിഷ്യൻസി ആണോ? അല്ല. കാരണം എന്താ, അവരുടെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒന്നും അവരുടെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അസറ്റ് ഏതെങ്കിലും മിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റൂല, കാരണം അവരുടെ കയ്യിൽ അസറ്റിന് കണക്കോ കാര്യങ്ങളോ ഇല്ല. അതേപോലെ തന്നെ അവർക്ക് ഈ അസറ്റ്സിന്റെ റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്താവും, അഡീഷണൽ കോസ്റ്റ് ഇൻകർ ആവും. അത് വേണം നമ്മൾ പറയാനായിട്ട്. സിമ്പിൾ ആയിട്ട് എന്ത് പറയാ, അപ്പൊ നിങ്ങൾ പറയാ ദ കമ്പനി ഡസ് നോട്ട് ഹാവ് എ copy of ownership document and lease agreements and these documents are not securely maintained. Therefore, the company will not be able to prove their ownership over the property in case if they have missed the ownership documents, and in case if the company need to obtain additional document copies, they might need to pay significant additional payments which will result in cash outflow for the company. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? ഓൾ ദി ഓണർഷിപ്പ് ഡോക്യുമെന്റ്സ് ആൻഡ് ലീസ് എഗ്രിമെന്റ് ഷുഡ് ബി സ്റ്റോർഡ് സെക്യൂർലി ആൻഡ് ദ കോപ്പി ഓഫ് ലോഗ് ഓഫ് ഓൾ ഓണർഷിപ്പ് ഡോക്യുമെന്റ്സ് ഷുഡ് ബി മെയിൻറ്റെയിൻ ആൻഡ് റീകൺസൈൽഡ് ഓൺ റെഗുലർ ബേസിസ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി വേറെ ഇഷ്യൂ എന്താടാ? സ്ട്രെങ്ത് ഓഫ് ഡെഫിഷ്യൻസി എന്തെങ്കിലും സെക്കൻഡ് പാരഗ്രാഫിൽ ഉണ്ടോ? നമുക്ക് ഇവിടെ ഓവർ ഹിയർ ദിസ് പാരഗ്രാഫ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ആയിട്ട്? ബഡ്ജറ്റിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് ഉണ്ട്. അതായത് അവര് എന്ത് ചെയ്യുന്നുണ്ട്, ആനുവൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ ബഡ്ജറ്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ ബഡ്ജറ്റ് അവർ എക്സീഡ് ചെയ്താണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവും ബഡ്ജറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ? സിമ്പിൾ, അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ അല്ലേ? അതായത് നമ്മളൊരു ബഡ്ജറ്റ് എന്തിനാ നോർമലി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വിത്തിൻ ദ ബഡ്ജറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ? ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറ്റുക? ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. അതിനെ അവർ പറയാ അതിനെ നമ്മളിവിടെ പറയാം അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും, പ്രോഫിറ്റ് കുറയും. നിങ്ങൾ തന്നെ പറയാ സം കോസ്റ്റ് സെന്റേഴ്സ് ഹാവ് ഓൾറെഡി സിഗ്നിഫിക്കന്റ്ലി എക്സീഡഡ് ദ ആനുവൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്നുള്ളത് പറയാം ഐഡന്റിഫിക്കേഷൻ പാർട്ടായി. ദെൻ നിങ്ങൾ പറയാ therefore in case if the annual budgets are not properly followed, it may result in overspending. The increased expenditure may result in significant cash outflows and reduce the profitability of the company. Clear ആയോ? ഇനി അതിന് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? സിമ്പിൾ റെക്കമെൻഡേഷനാ. അവിടെ അവർ പറഞ്ഞേക്കുന്നത് എന്താ, പർച്ചേസ് ഓർഡേഴ്സ് ഓരോന്നും അവർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ബഡ്ജറ്റ് എക്സീഡ് ആയി പോകുന്നു എന്നുള്ളതല്ലേ പറഞ്ഞേക്കുന്നേ? അങ്ങനെയാണ് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? പർച്ചേസ് ഓർഡേഴ്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ കറന്റ് അസറ്റിന്റെ പർച്ചേസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന് ഓതറൈസേഷന് പോണ സമയത്ത് വിത്തിൻ ബഡ്ജറ്റ് ആണെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം, ഓതറൈസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, ഓൾ ദി പർച്ചേസ് ഓർഡേഴ്സ് ഫോർ ദ പർച്ചേസ് ഓഫ് നോൺ കറന്റ് അസറ്റ് ഷുഡ് ബി കമ്പയർഡ് അഗൈൻസ്റ്റ് ദ ആനുവൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ആൻഡ് ഓർഡേഴ്സ് ഷുഡ് ബി അപ്രൂവ്ഡ് ഓൺലി ഇഫ് ദി ന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് വിത്തിൻ ദ ബഡ്ജറ്റ്. ക്ലിയർ ആയോ? പാസ്റ്റ് ഡാറ്റ നമുക്ക് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുമോ? ഏതാ പാസ്റ്റ് ഡാറ്റ ഉണ്ടാവില്ലേ? പണ്ടത്തെ ഡാറ്റ പാസ്റ്റ് പണ്ടത്തെ ഡാറ്റ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ പറയാൻ പറ്റൂലേ? റെക്കമെൻഡേഷൻ അതായത് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാടാ? ലാസ്റ്റ് വർഷം ഇതേപോലെ വന്നിട്ടുണ്ടാവല്ലോ, ആ അപ്പം അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ പറയാൻ ചോദിച്ചാ? അങ്ങനല്ല, നമ്മളെ റെക്കമെൻഡേഷൻ്റെ അകത്ത് പറയേണ്ടത് എന്താ, ഈ ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതല്ലേ, ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്താ, അവർ ആനുവൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എക്സീഡ് ആവുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എക്സീഡ് ആവുന്നുണ്ടോന്ന്. നമുക്കിവിടെ എക്സീഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണോ അറിയേണ്ടത്? അല്ല, എക്സീഡ് ചെയ്യാതിരിക്കാനുള്ള മെഷേഴ്സ് അല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാണ്, നിങ്ങൾ ഓരോ പ്രാവശ്യവും നോൺ കറന്റ് അസറ്റിന്റെ ഓർഡേഴ്സിന് അപ്രൂവൽ എടുക്കാൻ പോണ സമയത്ത് ആദ്യം എന്ത് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യണം? എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം.
എത്രയാണ് ബഡ്ജറ്റ് പ്രകാരം നമ്മുടെ നോൺ കറന്റ് അസറ്റിന്റെ മാക്സിമം എക്സ്പെൻഡിച്ചർ വിത്തിൻ ദ ബഡ്ജറ്റ് ആണോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ അപ്രൂവ് ചെയ്ത് കൊടുക്കരുത്. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി ലാസ്റ്റ് വൺ, സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ? സ്ട്രെങ്ത്. Strength. എന്താ സ്ട്രെങ്ത് ഉള്ളത്? ഫൈനാൻസ് Capital മാനേജർ revenue ക്ലാസിഫൈ expenditure. ചെയ്യുന്നുണ്ട്. ഫിനാൻസ് മാനേജർ കറക്റ്റായിട്ട് ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവര് ക്ലാസിഫൈ ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണെന്ന് പറഞ്ഞു? കമ്പനി Company പോളിസി policy. വെച്ചിട്ടാണ്, ഫോർമൽ കമ്പനി പോളിസി വെച്ചിട്ട് അത് ചെക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? സൈൻ ചെയ്യുന്നുണ്ട്. Sign. അല്ലെ? അപ്പം അത് സ്ട്രെങ്ത് അല്ലേ? ഓക്കെ, അത് എന്തുകൊണ്ട് Yes. സ്ട്രെങ്ത് ആവുന്നത്? അത് സ്റ്റാൻഡേർഡ് പ്രകാരം എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ വാല്യൂ ഓഫ് അസറ്റും എന്താവില്ല? അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ. Understated or overstated ആവില്ല. അപ്പൊ നമ്മൾ പറയാ ദ പർച്ചേസ് ഓർഡേഴ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ് ആർ ക്ലാസിഫൈഡ് ബൈ ദ ഫിനാൻസ് ഡയറക്ടർ അപ്രോപ്രിയറ്റ്ലി ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ബേസ്ഡ് ഓൺ ഫോർമൽ കമ്പനി പോളിസി. Therefore, this will reduce the possibility of having misclassification between revenue and capital expenditure, and the non-current asset and the expenditure will not be understated or overstated. നമുക്ക് എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്ന് പറഞ്ഞാൽ മതി, ഫോർ എ സാമ്പിൾ ഓഫ് ഓർഡേഴ്സ് കമ്പയർ ദ capital expenditure against the formal company policy and confirm whether the transactions are being properly classified between revenue and capital expenditure in accordance with the standards, and also review the signature to confirm that these are being reviewed and authorized by the appropriate level of management person. Clear ആയോ? അല്ലെങ്കിൽ ഇവിടെ എന്താണ് പറഞ്ഞത്? ഫിനാൻസ് ഡയറക്ടർ എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ റിവ്യൂ ആൻഡ് ഓതറൈസ് ബൈ ദ ഫിനാൻസ് ഡയറക്ടർ പറയാ. ക്ലിയർ ആയോ? സർ ഒന്നുകൂടെ പറയാം. അതായത് എടാ ആദ്യം മീനിങ് പറയാം. ഇവിടെ നമ്മൾ ചെയ്തെന്താ? ഇവിടെ അവർ ചെയ്തു എന്ന് പറഞ്ഞത് ഇവർ ഈ ഫോർമൽ കമ്പനി പോളിസി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് അവർ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു, എന്നിട്ട് സൈൻ ചെയ്യും എന്ന് പറഞ്ഞു, അത് ഓതറൈസ് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? വി നീഡ് ടു റിവ്യൂ എ സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ formal company policy in order to confirm that the capital and revenue expenditure distinction is properly carried out, and review the signature to confirm that it is reviewed and authorized by the finance director. Clear ആയോ? സർ Okay. ഇവിടെ നോൺ കറന്റ് അസറ്റ് രജിസ്റ്ററിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം. അതായത് നോൺ കറന്റ് അസറ്റ് രജിസ്റ്ററിന്റെ അകത്തുനിന്ന് ആ ബ്രേക്ക് ഡൗൺ എടുത്ത് നോക്കാൻ വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ നമ്മൾ ആ പർച്ചേസ് ഓർഡർ തന്നെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓർഡർ ഡോക്യുമെന്റ് വെച്ച് തന്നെ പറഞ്ഞു. ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്തുള്ള സ്ട്രെങ്ത് ആൻഡ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് 5 സ്ട്രെങ്ത് കിട്ടി, 7 ഡെഫിഷ്യൻസീസ് കിട്ടി. അതിനകത്ത് മൊത്തം എത്ര സ്ട്രെങ്ത് എഴുതിയാൽ മതി? ഏതെങ്കിലും 3 സ്ട്രെങ്ത് എഴുതിയാൽ മതി. അതേപോലെ തന്നെ 5 ഡെഫിഷ്യൻസീസ് എഴുതിയാൽ മതി. ഈസിലി ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ. Okay. ഒരു സംശയം ചോദിച്ചോട്ടെ. ആ. സർ പർച്ചേസസിന്റെ അകത്ത് ദ ഫിനാൻസ് ക്ലർക്ക് മാച്ചസ് ദ ഇൻവോയ്സസ് പറയുന്നില്ലേ? പർച്ചേസസിനകത്ത് ഫിനാൻസ് ക്ലർക്ക് മാച്ചസ് ദ ഇൻവോയ്സസ് ടു കോപ്പി ഓഫ് പർച്ചേസ്. സർ അതിന്റെ അകത്ത് നമുക്ക് റെക്കമെൻഡേഷൻ പർച്ചേസ് ഓർഡർ GRN-ഉമായിട്ട് നോക്കുക, അതായത് GRN ഇൻവോയ്സസുമായിട്ട് നോക്കാൻ പറയാൻ പറ്റില്ലേ? ആ ഒരു അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വേണ്ട, അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്റ്റേജ് അല്ലേ, അത് നമ്മളല്ല നോക്കേണ്ടത്. പർച്ചേസ് ഓർഡർ GRN-ഉമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആരാ? വെയർ ഹൗസ് ഡിപ്പാർട്ട്മെന്റാ. ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്? GRN-ഉം പർച്ചേസ് ഇൻവോയ്സും തമ്മിലുള്ള ക്രോസ് ചെക്കിംഗ് മാത്രമേ ചെയ്യുള്ളൂ. മറ്റേത് വെയർ ഹൗസ് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിവിടെ പറയണ്ട. ഓക്കെ ഓക്കെ, യെസ്. ഇനി നമ്മൾ ഓൾറെഡി ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പെട്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ആ പെട്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മളോട് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് വായിച്ചു നോക്കി. അപ്പം ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്പീഡ് വായിച്ചു പോകുമ്പോൾ റിക്വയർമെന്റ് ഒരുപാട് ശ്രദ്ധിക്കില്ല. ഇവിടെ നമ്മളോട് സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നമുക്കൊരു സിനാരിയോ തന്നിട്ട് ഫ്രാൻസിസ്കോ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്ത് 3 ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും, അതുപോലെ തന്നെ അഗെയിൻ ഫ്രാൻസിസ്കോ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്ത് 5 ഡെഫിഷ്യൻസീസ് ആൻഡ് റെക്കമെൻഡേഷൻസ് മാത്രമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതേ സ്ഥാനത്ത് പെട്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ഇതിന്റെ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾക്ക് മൊത്തം 3 സിസ്റ്റംസ് തന്നിട്ടുണ്ട്. പേറോൾ ഉണ്ട്, അതേപോലെ തന്നെ സെയിൽസ് ഉണ്ട്, ദെൻ പർച്ചേസ് ഉണ്ട്. അങ്ങനെ 3 സിസ്റ്റം ഉണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻ റെസ്പെക്ട് ഓഫ് ദി പേറോൾ സിസ്റ്റം ഓഫ് ദി പെട്ര കമ്പനി എക്സ്പ്ലെയിൻ, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ 3 ഡയറക്ട് കൺട്രോൾസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ഇൻ റെസ്പെക്ട് ഓഫ് പെട്ര കമ്പനി സെയിൽസ് ആൻഡ് പർച്ചേസ് സിസ്റ്റം
5 ഡെഫിഷ്യൻസീസ് ആൻഡ് റെക്കമെൻഡേഷൻ. ഇവിടെ കുറച്ച് മുന്നത്തെ ക്വസ്റ്റനുള്ള റെക്കമെൻഡ് പോലെയാണോ ചോദിച്ചേക്കുന്നത്? അല്ല. ഇവിടെ പേറോൾ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നിങ്ങളോട് എന്ത് ചോദിച്ചേക്കാണ്? 3 ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചോദിച്ചേക്കാണ്. അതേപോലെ തന്നെ സെയിൽസ് ആൻഡ് പർച്ചേസിൽ നിന്ന് മാത്രമാണ് ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങാനും നിങ്ങൾ എഴുതുന്ന സമയത്ത് കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇവിടെയും ഡെഫിഷ്യൻസീസും സ്ട്രെങ്തും ഒക്കെ എല്ലാത്തിലും ഉണ്ടാവും. സെയിൽസ് ആൻഡ് പർച്ചേസിനകത്തുള്ള ഡയറക്ട് കൺട്രോൾസ് കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. സെയിം ആസ് ദാറ്റ് പേറോളിനകത്തുള്ള ഡെഫിഷ്യൻസീസ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? കിട്ടത്തില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റിക്വയർമെന്റ് പ്രോപ്പർലി വായിച്ചു നോക്കണം. ഹോൾ സിസ്റ്റത്തിനെ ബേസ് ചെയ്താണോ അതോ സ്പെസിഫിക് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണോ ചോദിച്ചേക്കുന്നത്? ഹോൾ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിന്റെ എഴുതുക, സ്പെസിഫിക് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിന്റെ എഴുതുക. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. അത് ശ്രദ്ധിച്ചോണേടാ എപ്പോഴും, കാരണം അത് മാർക്ക് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് പോവേ. ഓക്കെ, ജസ്റ്റ് എ മൊമെന്റ്. ഇനി നോക്കിയേ, ഇനി ആംബജാക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഓൾഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ നിങ്ങളോട് പലപ്പോഴും കവറിംഗ് ലെറ്ററും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറയും. അതായത് നോർമലി ചോദിക്കാറുള്ള ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻ ഒക്കെ ചോദിക്കും, ഒരു കവറിംഗ് ലെറ്ററും കൂടി പ്രിപ്പയർ ചെയ്യാൻ പറയും. അപ്പോൾ കവറിംഗ് ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ ജനറലി 2 മാർക്കാണ് നിങ്ങൾക്ക് എപ്പോഴും കവറിംഗ് ലെറ്ററിന് കിട്ടുക. അപ്പൊ എന്താണ് കവറിംഗ് ലെറ്റർ എന്നുള്ള തിയറി നമ്മൾ പഠിച്ചിരുന്നു ISA 265 അകത്ത്. അതായത് ISA 265 കമ്മ്യൂണിക്കേറ്റിംഗ് ഡെഫിഷ്യൻസി ഇൻ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ടു ദോസ് ചാർജ്ഡ് വിത്ത് ഗവേണൻസ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു. കവറിംഗ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കുന്നതായിരുന്നു? ഓഡിറ്റർ മാനേജ്മെന്റിന് കൊടുക്കുന്നതാണ് ടു മെൻഷൻ അബൌട്ട് ദ ഡെഫിഷ്യൻസി ഇൻ ദി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. അപ്പൊ കവറിംഗ് ലെറ്ററിനകത്ത് മൊത്തം 3 കാര്യങ്ങളായിരുന്നു പറയേണ്ടതാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ഡെഫിഷ്യൻസീസ് ഇൻ ദ സിസ്റ്റം, പിന്നെ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദെയർ റെക്കമെൻഡേഷൻസ്, അല്ലേ? അപ്പൊ അങ്ങനെ 3 കാര്യങ്ങളായിരുന്നു കവറിംഗ് ലെറ്ററിൽ പറയണം എന്ന് പറഞ്ഞിരുന്നത്. ബട്ട് ഇവിടെ തിയറിയോ കാര്യങ്ങളൊന്നും എഴുതണ്ട. കവറിംഗ് ലെറ്ററിന് ഒരു ഫോമാറ്റ് ഉണ്ട്. യു ക്യാൻ ഓൾവേസ് ഫോളോ ദ സെയിം ഫോമാറ്റ്. ഓക്കെ, അപ്പൊ കവറിംഗ് ലെറ്ററിന്റെ ഫോമാറ്റ് നിങ്ങൾ ബൈഹെട്ടോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ജസ്റ്റ് ആ ഫോമാറ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ബേസിക്കലി തന്നെ ഈ ഒരു ഫോമാറ്റിലായിരിക്കും കവറിംഗ് ലെറ്റർ വരിക. എത്രയേ ഉള്ളൂ കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് തരാം. സോ റിപ്പോർട്ട് ടു ദ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക. ടു ഫ്രം ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡേറ്റയിൽ എഴുതുക. ദെൻ ഓഡിറ്റ് ഓഫ് ആംബജാക് കമ്പനി ഫോർ ദ ഇയർ എൻഡഡ് 30th April 2015. Please find the enclosed report to the management on deficiency on internal control system identified during the audit. The appendix to the report considers deficiency in sales and dispatch system, recommendations to address those deficiency. Please note that the report addressed the deficiency identified during the audit, and if further testing has been performed, then more deficiencies may be reported. This report is solely used for the management purpose, and if you have any questions, please do not hesitate to contact us. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനിലുള്ള കവറിംഗ് ലെറ്ററിന്റെ ഫോമാറ്റ് ഈസ് സെയിം. ഇത് തന്നെയാണ് ഫോമാറ്റ് എന്ന് പറയുന്നത്. ഈ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന സാധനങ്ങൾ മാത്രമേ മാറുള്ളൂ. വിച്ച് മീൻസ് ഇത് ബൈഹെർട്ട് ചെയ്ത് പഠിച്ചെഴുതി വെക്കരുത്. സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. അതായത് സാധാരണ ലെറ്റർ ഫോമാറ്റിൽ തന്നെ ടു നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ പേരും ഏതെങ്കിലും ഒരു അഡ്രസ്സും എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ദിസ് ഈസ് ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഡേറ്റ് അവിടെ കൊടുക്കുക. ഓഡിറ്റ് ഓഫ് നമ്മുടെ ക്ലയന്റിന്റെ പേര് കൊടുക്കുക. ഇയർ എൻഡ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഫോർ ദി ഇയർ എൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറയാം ദിസ് റിപ്പോർട്ട് കൺസിസ്റ്റ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദ ഓഡിറ്റ്. ഏത് ഇയറിനെയാണെന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ പഠിച്ച സെയിം സാധനം. ഇത് ഈ ഇതിനകത്ത് എന്തൊക്കെയുള്ളത്? ഡെഫിഷ്യൻസീസ് ഉണ്ട്, റെക്കമെൻഡേഷൻസ് ഉണ്ട്, ഇംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറയാം. നമ്മുടെ സിസ്റ്റം ഏതാണെന്ന് നോക്കുക. സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെ പറയണം? പേറോളും പർച്ചേസും ദെൻ നോൺ കറണ്ട് അസറ്റും പറയാം. ദെൻ നമ്മൾ പറയാം ഈ പറയുന്ന ഡെഫിഷ്യൻസീസ് ഒക്കെ ഓഡിറ്റ് ചെയ്ത സമയത്ത് കണ്ടുപിടിച്ചാണ്. കൂടുതൽ ഡെഫിഷ്യൻസീസ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ കാണുമായിരിക്കും. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയാം. US ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതുക, ഓഡിറ്റ് ടീം എന്ന് കൊടുക്കുക. ദെൻ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ എഴുതാറുള്ള പോലെ തന്നെ ഡെഫിഷ്യൻസീസ് എല്ലാം എഴുതി പോവുക. അല്ലെങ്കിൽ ഡയറക്ട് കൺട്രോൾ ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ അത് എഴുതി പോവുക. സോ ദിസ് ഈസ് ദ ഫോമാറ്റ് ഓഫ് കവറിംഗ് ലെറ്റർ. ഇതിനൊരു സ്നിപ്പ് വേണമെങ്കിൽ എടുത്ത് വെച്ചാൽ മതി. ഇതാണ് കവറിംഗ് ലെറ്റർ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഏരിയാസ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ഓൾറൈറ്റ്. സോ ഈ കവറിംഗ് ലെറ്ററിന്റെ ഫോമാറ്റ് ഓർത്തോണം കേട്ടോ എല്ലാവരും. കാരണം കവറിംഗ് ലെറ്റർ ചോദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ബട്ട് ചോദിച്ചാലും എത്ര മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? 2 മാർക്സിനാണ് കവറിംഗ് ലെറ്റർ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഈസി മാർക്കാണ്. അത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഓൾറൈറ്റ്. സോ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഇൻ അവർ നെക്സ്റ്റ് ഡേ സെഷൻ വി വിൽ ബി ഫോക്കസിങ് ഓൺ ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ്സിന് മുന്നേ ഇന്ന് തന്നെ എല്ലാവരും ഈ ഏരിയ കവർ ചെയ്ത് വെക്കുക. ലാസ്റ്റ് ഡേ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നാളത്തേക്കുള്ള ഏരിയ നോക്കണം എന്നില്ല. വിൽ റിവൈസ് ഇറ്റ് ചെയ്ത് ഇന്നപ്പോൾ ഇരുന്നിട്ട് ഇന്റേണൽ കൺട്രോൾസിന്റെ ഓൾ ദി 6 സിസ്റ്റംസും പ്രോപ്പർലി റിവൈസ് ചെയ്യുക.
ആൻഡ് ഡു പ്രാക്ടീസ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആസ് വെൽ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. എക്വിസ്ട്രെയിൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഈസ് ഗുഡ് ടു റിവൈസ് ബോത്ത് ഡയറക്ട് കൺട്രോൾസ് ആൻഡ് ഡെഫിഷ്യൻസീസ്. ബ്രോൺസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഈസ് ഗുഡ് ടു റിവൈസ് ദ ഏരിയ ഓഫ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. അപ്പോൾ ആ ഏരിയാസ് എല്ലാം നോക്കുക. ഞാൻ ഇന്നിപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ്ലി പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 6 സിസ്റ്റംസ് ഇന്ന് തന്നെ റിവൈസ് ചെയ്ത് വെക്കുക. സോ ദാറ്റ് എക്സാമിന് മുന്നേ ഒറ്റ പ്രാവശ്യം കൂടെ നോക്കിയാൽ മതി. സോ യുൽ ഗെറ്റ് പ്രോപ്പർ ഐഡിയ അബൌട്ട് ദാറ്റ് പോർഷൻ. ഓൾറൈറ്റ്. അപ്പോൾ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി തന്നെ റിവൈസ് ചെയ്യുക. ആൻഡ് ടുമോറോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിൽ ബി ഫോക്കസിങ് ഓൺ ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ കോർ ഏരിയാസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വിൽ ഫോക്കസ് ഓൺ അതർ ഏരിയാസ് സച്ച് എസ് ക്വാളിറ്റി മാനേജ്മെന്റ്, ദെൻ റിപ്പോർട്ടിംഗ്, ദെൻ എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഓൾറൈറ്റ്. So thank you so much everyone. Thank you.